ഹലോ എവരിവൺ, IOQM 2023 ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ ആക്ച്വലി ലോഗരിതം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടി നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ലോഗരിതം ഓൾറെഡി നമ്മുടെ എക്സാം വൈ ലേണിങ്ങിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ് എടുക്കുന്ന ഒരു ടോപ്പിക്കാണ് ലോഗരിതം എന്നുള്ളത്. അല്ലെങ്കിൽ സ്കൂളിൽ ശരിക്കും നമ്മുടെ സ്കൂളിൽ സിലബസ് നോക്കുകയാണെങ്കിൽ +1 +2 ലോഗരിതത്തിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നുള്ളൂ. ഹൈസ്കൂളിൽ പൊതുവേ ഇല്ല. പക്ഷേ നമ്മൾ ഫൗണ്ടേഷൻ കോഴ്സിൽ അഡ്വാൻസ് ആയിട്ട് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഓൾറെഡി ലോഗരിതം പോലെയുള്ള എക്സ്ട്രാ കോൺസെപ്റ്റ്സ് വരുന്ന ചാപ്റ്റേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതിൽ ഈ കോൺസെപ്റ്റ് ഇതിൽ അപ്ലൈ ചെയ്യേണ്ട പ്രോപ്പർട്ടീസ് കാര്യങ്ങളെല്ലാം മുഴുവൻ അതിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഫൗണ്ടേഷൻ സ്റ്റുഡൻസിന് നിങ്ങളുടെ ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കും വർക്ക് ബുക്കും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ലോഗരിതത്തിൻ്റെ കാര്യങ്ങൾ കാണാൻ പറ്റും. ഓക്കെ, യെസ്. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? ഫൈൻഡ് ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സെറ്റ് A, B belongs to capital N എന്ന് വെച്ചാൽ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. സച്ച് ദാറ്റ് 2 less than or equal to A, B less than or equal to 2023. Next, log B to the base A plus 6 log A to the base B is equal to 5. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം ഫസ്റ്റ് ടൈം വായിക്കുമ്പോൾ. പക്ഷേ കാര്യം സിമ്പിളാണ്, നമ്മൾ 1 by 1 ആയിട്ട് ഡീകോഡ് ചെയ്യാം. ഓക്കെ, ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഈ ക്വസ്റ്റ്യനിൽ എന്താ ഡിമാൻഡ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ചെയ്യാൻ ഈസിയാണ്. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സെറ്റ്. ഈ സെറ്റിനകത്ത് വരുന്ന നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് കാണേണ്ടത്. അപ്പോൾ ഈ സെറ്റിനകത്ത് വരുന്ന ആൾക്കാർ ആരാ? A, B എന്നുള്ള രീതിയിലുള്ള ഓർഡേർഡ് പെയേഴ്സ് ആണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ രണ്ട് പേരുടെ ഇങ്ങനെ കോമ്പിനേഷൻ പെയേഴ്സ് ആയിട്ടാണ് അതിനകത്ത് ഓരോ എലമെൻറ്റ്സ് ആയിട്ട് വരിക. ഇനി ആ രണ്ട് പേരും എയും ബിയും നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കണം. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? എയുടെയും ബിയുടെയും വാല്യൂസ് 2-നും 2023-ക്കും ഇൻ ബിറ്റ്വീൻ ആയിരിക്കണം. അപ്പോൾ ഈ 2023 എന്നുള്ളത് ആ ഒരു ഇയറിൽ വന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അത് വരുന്നത്. നിങ്ങൾ IOQM-ൻ്റെ വരെ ഇതുപോലത്തെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ മിക്കവാറും ആ ഇയർ വരുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ 2024 എക്സാം നടക്കുന്നതെങ്കിൽ ആ നമ്പർ 2024 എന്ന് പറയുന്ന നമ്പർ, 2023 ഇതുപോലെ 2023 എന്ന് പറയുന്ന നമ്പർ, അതൊക്കെ യൂഷ്വലി വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുന്നേ ആ ഇയറിൽ, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഇയറിൻ്റെ, അല്ലെങ്കിൽ ആ ഇയറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട്, അതുപോലെ അതിന് തൊട്ട് താഴെ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ, തൊട്ട് മുകളിൽ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുവെച്ച് പോകുന്നത് നല്ലതാണ്. കാരണം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവും ആ കാര്യങ്ങൾ. യൂഷ്വലി അങ്ങനെ ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞത് എയുടെയും ബിയുടെയും വാല്യൂ 2-നും 2023-ക്കും ഇൻ ബിറ്റ്വീനേ വരാൻ പാടുള്ളൂ. ഓക്കെ, ഒരു കണ്ടീഷൻ അതാണ്. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? log B to the base A plus 6 times log A to the base B is equal to 5 ആയിരിക്കണം. എന്ന് വെച്ചാൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അത് രണ്ടും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള A, Bകളെയാണ് നമുക്ക് വേണ്ടത്. ക്ലിയർ ആയല്ലോ? ഐഡിയ ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഫസ്റ്റ് log A to the base B, log B to the base A plus 6 log A to the base B is equal to 5 എന്ന് പറയുന്ന ആളെയാണ് ഞാൻ ഫസ്റ്റ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ആ ഫസ്റ്റ് കണ്ടീഷൻ അത് വെച്ച് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെയുള്ള log B to the base A എന്ന് പറയുന്ന ആളെ ഞാൻ ജസ്റ്റ് X എന്ന് കൊടുക്കുകയാണ്. X. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ log A to the base B എന്ന് പറയുന്ന ആളെ എനിക്ക് 1/x എന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലോഗരിതത്തിൽ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. log B to the base A ആണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ, ഇയാളാണ് കയ്യിലുള്ളതെങ്കിൽ നമുക്ക് പറയാൻ പറ്റും log A to the base B is equal to 1/log B to the base A എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, എന്ന് വെച്ചാൽ ഇവിടെ ജസ്റ്റ് ഇവർ രണ്ടുപേരെ ഇൻ്റർചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ദാറ്റ്സ് ഈക്വൽ ടു 1/log B to the base A ക്ക് നമ്മൾ X കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഇയാൾക്ക് X കൊടുക്കാം, ഇയാൾക്ക് പകരം. അപ്പോൾ log A to the base B is equal to 1/x എന്ന് പറയാം. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാൻ പോവാണ്. log B to the base A എന്നുള്ളതിന് പകരം X ഇട്ട് കൊടുത്തു, പ്ലസ് 6 into log A to the base B. 6 into എന്ത് വരും? 6 into 1/x അഥവാ 6/x എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 5. ഇയാൾ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. x into x സ്ക്വയർ പ്ലസ് 6/x is equal to 5 എന്ന് വരും. ഈ എക്സിനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ x സ്ക്വയർ പ്ലസ് 6 is equal to 5x എന്ന് വരും. ആ 5xനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ x സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 is equal to 0 എന്ന് വരും. ഇത് നിങ്ങൾക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സ്പ്ലിറ്റ് ചെയ്യുന്ന മിഡിൽ ടേം, കംപ്ലീറ്റ് ചെയ്യുന്ന സ്ക്വയർ മെത്തേഡ് അല്ലെങ്കിൽ ഇക്വേഷൻ മെത്തേഡ്, ഏത് മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ x നിങ്ങൾക്ക് രണ്ട് വാല്യൂസ് വരും. x is equal to 2 അല്ലെങ്കിൽ x is equal to 3. രണ്ട് വാല്യൂസ് 2,3 എന്നുള്ള രണ്ട് പോസിബിലിറ്റീസ് അവിടെ കിട്ടും. ഓക്കെ, ഫാക്ടറൈസ് ചെയ്യുകയാണെങ്കിൽ x-2 into x-3 is equal to 0 എന്നുള്ള രീതിയിലാണ് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ വരിക. കാരണം -5ഉം 6ഉം അല്ലേ ഇവിടെ വരുന്ന കോഎഫിഷ്യൻസ് വരുന്നത്. അപ്പോൾ x-ന് 2 x-ന് 3 എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും? വാല്യൂസ് കിട്ടും. നിങ്ങൾ സോൾവ് ചെയ്താൽ മതി, വീഡിയോ പോസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. അപ്പോൾ x is equal to 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, x എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ആർക്ക് x കൊടുത്തത്? log B to the base A ക്കാണ് x കൊടുത്തത്. അപ്പോൾ log B to the base A is equal to 2 ആവാം. അതുപോലെ log B to the base A is equal to 3 ആവാം. ഓക്കെ, log B to the base A is equal to 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും B is equal to A സ്ക്വയർ. ഓക്കെ, അങ്ങനെ പോസിബിലിറ്റീസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ log B
ടു ദ ബേസ് എ ഇസ് ഈക്വൽ ടു എം ആണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും ബി ഇസ് ഈക്വൽ ടു എ റേസ് ടു എം. ലോഗരിതത്തിൽ നമ്മൾ പഠിക്കുന്ന പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓൾറെഡി റെഫർ ചെയ്തിട്ട് വരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് പറയാൻ പറ്റും, ലോഗ് ബി ടു ദ ബേസ് എ ഇസ് ഈക്വൽ ടു 3 ആണെങ്കിൽ ബി ഇസ് ഈക്വൽ ടു എ ക്യൂബ് ആവാം എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. അപ്പോൾ ബിക്ക് രണ്ട് പോസിബിലിറ്റീസ്, ബി ഇസ് ഈക്വൽ ടു എ സ്ക്വയർ അല്ലെങ്കിൽ ബി ഇസ് ഈക്വൽ ടു എ ക്യൂബ്, രണ്ട് പോസിബിലിറ്റീസും അവിടെ ഉണ്ട്. ഇടയില്ലേ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഞാൻ ചെയ്ത പരിപാടി തന്നിട്ടുള്ള ലോഗരിതത്തിലുള്ള ഈ ഒരു എക്സ്പ്രഷനെ നമ്മുടെ നോർമൽ ആൾജിബ്ര എക്സ്പ്രഷൻ ഫോമിലോട്ടാക്കി സോൾവ് ചെയ്തു. സോൾവ് ചെയ്തിട്ട് അതിൽ ലോഗരിതത്തിനെ എടുത്ത് ഒഴിവാക്കി എയും ബിയും തമ്മിലുള്ള രണ്ട് റിലേഷൻസ് ഉണ്ടാക്കി എടുത്തു. ആ രണ്ട് റിലേഷനാണ് ബി ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ആൻഡ് ബി ഇസ് ഈക്വൽ ടു എ ക്യൂബ്. ഓക്കെ, ഫസ്റ്റ് തന്നിട്ടുള്ള ഒരു കണ്ടീഷൻ നമ്മൾ സോൾവ് ചെയ്തു. ഇനി സെക്കൻഡ് കണ്ടീഷൻ പറയുന്നത് എന്താ, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ കോമ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2023 എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ എ കോമ ബി എന്ന് പറയുന്ന ആളെ നമുക്ക് ഇവിടെ എങ്ങനെ പറയാം, എ കോമ ബിക്ക് പകരം ആറ് കൊടുക്കാം, എ സ്ക്വയർ എന്ന് കൊടുക്കാം അല്ലേ? അപ്പോൾ ഇവിടുത്തെ എ കോമ ബി എന്ന് പറഞ്ഞാൽ എ കോമ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്. ഇവിടെ എ കോമ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ അതുപോലെ കൊടുത്തു, ബിക്ക് പകരം എന്ത് കൊടുക്കാം, എ ക്യൂബ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ഇവരുടെ വാല്യൂസ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ കോമ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2023 ആണ്. അപ്പോൾ ഇയാൾക്ക് എക്കും ബിക്കും വരാവുന്ന ലീസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ് അല്ലേ, 2. അപ്പോൾ എക്ക് ഞാൻ 2 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയറിന് ഈക്വൽ, അപ്പോൾ 2 സ്ക്വയർ 4 ആയിരിക്കും ഇവിടുത്തെ ബി ആയിട്ട് വരിക അല്ലേ. ഇവിടെ 3 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 3 സ്ക്വയർ എന്താ വരിക, 9 ആയിരിക്കും ഇവിടെ വരിക. 4 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 4 സ്ക്വയർ 16 ആയിരിക്കും ഇവിടെ വരിക. അങ്ങനെ പോയി ലാസ്റ്റ് എവിടെ വരെ വരും എന്നുള്ളത് നോക്കണം. കാരണം ഈ 2,4 അതിലുള്ള ഒരു എലമെൻറ്റാണ് അല്ലേ. ഈ സെറ്റിനകത്തുള്ള എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എ കോമ ബികളാണ്. ഈ എ കോമ ബിൻ്റെ കണ്ടീഷൻസ് എന്താ, ഒന്ന് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, രണ്ടാമത് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ. ഒബ്വിയസ്ലി ഇവരെ ഇടയിലാന്ന് പറയുമ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ് വരിക. നാച്ചുറൽ നമ്പേഴ്സ് ഇതിന് ഇടയ്ക്കുള്ള ഇൻഡിജേഴ്സ് എടുക്കുകയാണെങ്കിൽ തന്നെ നാച്ചുറൽ നമ്പേഴ്സാണ് വരിക. ആ നാച്ചുറൽ നമ്പേഴ്സ് എടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ 2നും 2023ക്കും ഇൻ ബിറ്റ്വീനുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ 2.5 അല്ലെങ്കിൽ 10.5 10.3 അല്ലെങ്കിൽ 2000.7 ഇതൊക്കെ ഇതിൻ്റെ ഇൻ ബിറ്റ്വീനായുള്ള നമ്പേഴ്സാണ്. പക്ഷേ ഇവർ രണ്ടുപേരും നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ കൂടി ഇവിടെ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് 2, 3, 4 എന്നുള്ള നാച്ചുറൽ നമ്പേഴ്സ് മാത്രം എടുക്കാൻ കാരണം. ക്ലിയർ അല്ലേ? അപ്പോൾ ആ 3 കണ്ടീഷനും അവിടെ വാലിഡ് ആണ്, അല്ലാതെ ഒന്നും വെറുതെ കൊടുത്തല്ല, 3 കണ്ടീഷനും അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ലാസ്റ്റ് എവിടെ വരെ വരാം, ഇവർ രണ്ടുപേരുടെ വാല്യൂസ് 2023 തൊട്ട് താഴെ എത്തുന്ന വരെ വരാം അല്ലേ. ഇപ്പോൾ 40യുടെ സ്ക്വയർ എന്ന 1600 അപ്പോൾ ജസ്റ്റ് 45ൻ്റെ സ്ക്വയർ എന്ന് കണ്ടോക്കാം. 45ൻ്റെ സ്ക്വയർ 5 × 5 25, 2 ഉണ്ടാവും 22, 22 16 18, സോ 5 2 10 1 2 2025 എന്ന് വരും. 2025. പക്ഷേ നമുക്ക് 2025 ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ എ എന്ന് പറയുന്ന ആളെ 45 കൊടുക്കുകയാണെങ്കിൽ ബി എന്ന് പറയുന്നത് 45ൻ്റെ സ്ക്വയർ 2025 ആണ് അടുത്ത് വരിക. പക്ഷേ അത് പോസിബിൾ ആണോ? അല്ല. കാരണം എന്താ, 2025 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 2023 ആയി പോയി. പക്ഷേ 2023 തൊട്ട് മുമ്പ് വരെയല്ലേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ 45 എന്തായാലും പറ്റില്ല. 45ന് മുമ്പുള്ള നമ്പർ 44ൻ്റെ സ്ക്വയർ എന്താ നോക്കാം. 16 1 17 16 1 17 6 13 1 9 1 1936 ആണ്. അത് പോസിബിളാണ്. അപ്പോൾ ഇയാളെ തൊട്ട് മുമ്പ് ആരുണ്ടാവും 44ൻ്റെ സ്ക്വയർ ആയിട്ടുള്ള 1936 ഉണ്ടാവും. അത് പോസിബിളാണ്. അപ്പോൾ ഇവിടെ വരെ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ 2,4 3,9 4,6 5,25 6,36 7,49 അങ്ങനെ പോയി 44,1936 വരെ പറ്റുള്ളൂ. കാരണം ഇനി 45ലോട്ട് പോവുകയാണെങ്കിൽ 45ൻ്റെ സ്ക്വയർ 2025 പക്ഷേ അത് നമുക്ക് പോസിബിൾ ആണോ? അല്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത്രയും ആളുകൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു കണ്ടീഷൻ അനുസരിച്ച് ഇത്രയും ആളുകൾ എന്ത് ചെയ്യാം, ആ സെറ്റിൻ്റെ അകത്ത് വരാം. ഇത് എന്തൊക്കെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾക്കാരാണ്? ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും, ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും, നാച്ചുറൽ നമ്പേഴ്സാണ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, അപ്പോൾ എത്ര പേരുണ്ടാവും? 2 മുതൽ 44 വരെ. അപ്പോൾ 1 മുതൽ 44 വരെ ആണെങ്കിൽ 44 ആൾക്കാരാണ്. പക്ഷേ 2 മുതൽ 44 ആകുമ്പോൾ ഒരു സെറ്റിൽ നിന്ന് പോയി അല്ലേ. അപ്പോൾ എത്ര ഉണ്ടാവുള്ളൂ? ബാക്കി 43 ആൾക്കാർ ഈ ഒരു കാറ്റഗറിയിലുണ്ട്. സിമിലർലി ഈ കാറ്റഗറിയും കൂടി നമ്മൾ നോക്കണം. കാരണം എന്താ, കാരണം ബി = എ ക്യൂബ് എന്നുള്ളത് അതിൻ്റെ ഒരു പോസിബിലിറ്റി ആണ്. തൊട്ട് മുമ്പ് നമ്മൾ സോൾവ് ചെയ്തപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ഈ കാറ്റഗറി നോക്കുകയാണെങ്കിൽ എക്ക് പറ്റുന്ന ലീസ്റ്റ് വാല്യൂ 2 ആണ്. അപ്പോൾ 2 ഇവിടുത്തെ ബി എന്ന് പറഞ്ഞാൽ എ ക്യൂബാണ്. അപ്പോൾ 2,2ൻ്റെ ക്യൂബ് 8, അടുത്ത 3യുടെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 27, അടുത്ത് 4ൻ്റെ ക്യൂബ് 64. ഇങ്ങനെ എന്ത് ചെയ്യും, പോയിട്ട് ഏത് വരെ വരാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ 12ൻ്റെ ക്യൂബ് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടോക്കാം. ഓക്കെ, 12ൻ്റെ ക്യൂബ് എന്താ? 12ൻ്റെ ക്യൂബ് 12 × 12 × 12 ആണ്. 12 × 12 144 ആണ്. ഇപ്പോൾ 144നെ ഒരു 12 കൂടി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 8 8 2 144 8 12 1 6 7 1728 എന്ന് വരും.
അത് ഓക്കെയാണ്. കാരണം എന്താ, ഇപ്പോൾ ഞാൻ 12 ആണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ 12ൻ്റെ ക്യൂബ് 1728 ആണ് ഇവിടെ വരിക. അതെന്താണ്, ലെസ് ദാൻ 2023 ആണ്. ഞാൻ 13 ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 13ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 13 13 116 ആണ്. 116 ആണ്. ഒരു പ്രാവശ്യം കൂടി 13 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 9 27, ബാക്കി 2 ഉണ്ടാവും. 3 × 6 18 to 20, 2 ഉണ്ടാവും. 5 169 7 9 11 2. സോ 2197 വരും. അതെന്താണ്, ഗ്രേറ്റർ ദാൻ 2023. അപ്പോൾ ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 13,2197 വരിക. പക്ഷേ അത് പോസിബിൾ ആണോ? അല്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ബെഞ്ച് മാർക്ക്. അപ്പോൾ ഇത് നമ്മൾ ഒരു ട്രെൻഡറാണ്. കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ഐഡിയ കിട്ടും ഏകദേശം ഏത് റേഞ്ചിൽ വരും എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ റേഞ്ച് എങ്ങനെ മനസ്സിലാക്കിയത്, 40 സ്ക്വയറും 45 സ്ക്വയറും നോക്കിയിട്ട് ഏകദേശം അതിൻ്റെ ഒരു ഇൻബിറ്റ്വീൻ വരുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇവിടെ അതേപോലെ തന്നെ 10ൻ്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ 1000 ആണ്. പിന്നെ 11ൻ്റെ ക്യൂബ് 12ൻ്റെ ക്യൂബൊക്കെ വരുമ്പോൾ ഏകദേശം 2000 അടുത്തെത്തും എന്നുള്ള ആ ഒരു എന്താ പറയുക, നമ്മൾ ഒരുപാട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതെന്ന് വെച്ചിട്ടാണ് നമ്മളിത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതാണ് ഏറ്റവും പെട്ടെന്ന് നല്ലത്. അങ്ങനെ ആകുമ്പോൾ എത്ര ആളുകളുണ്ട് ഇതിനകത്ത് എത്ര ആളുകൾ വരും? 2 മുതൽ 12 വരെയാണ്. 1 മുതൽ 12 വരെയാണെങ്കിൽ 12 ആൾക്കാരുണ്ടാവും. പക്ഷേ 2 മുതൽ 12 വരെ ഉള്ളൂ, 1 അതിനകത്തില്ല. അപ്പോൾ 11 ആളുകളുണ്ട്. ഈ 11 ആളുകളും എന്താണ്, നേരത്തെ പറഞ്ഞാൽ ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും, ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. കാരണം ആ ഇക്വേഷനാണ് നമുക്ക് എക്സ്പ്രഷൻസ് കിട്ടിയത്. ഇവർ 2023ക്കും 2നും ഇൻ ബിറ്റ്വീൻ ആണ്. അതാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ചെക്ക് ചെയ്തത് അല്ലേ. ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ചെയ്യുന്ന സമയത്ത് 12 വരെ വരാൻ പാടുള്ളൂ പറയാൻ കാരണം എന്താ, 2023നേക്കാളും എക്സ്റ്റെൻഡ് ചെയ്യരുത് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ കണ്ടീഷൻ എന്തിട്ടുണ്ട് നമ്മൾ നോക്കിയിട്ടുണ്ട്. പിന്നെന്താ, നാച്ചുറൽ നമ്പേഴ്സ് ആണെന്നുള്ള കണ്ടീഷൻ നോക്കിയില്ലേ, അത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന 43 ആളുകൾ, 43 ആളുകൾ ഈ കാറ്റഗറിയിലുണ്ട്, 11 ആളുകൾ ഈ കാറ്റഗറിയിലുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര ആളുകൾ ഉണ്ടാവും? 43യും 11ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 54 ആളുകൾ ടോട്ടലി ഉണ്ടായിരിക്കും. 54 ആളുകൾ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. അതായത് ഈ ഒരു സെറ്റിനകത്ത് വരുന്ന എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ A, B എന്നുള്ള രീതിയിൽ ഓർഡർഡ് പെയേഴ്സ് ആണ്. അവരുടെ സ്പെഷ്യാലിറ്റി എയും ബിയും നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കണം. അവരുടെ വാല്യൂസ് 2നും 2023ക്കും ഇൻ ബിറ്റ്വീൻ ആയിരിക്കണം. ഈ ഒരു എക്സ്പ്രഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അത് ചെയ്യുന്ന രീതിയിലുള്ള മുഴുവൻ പോസിബിലിറ്റീസ് നോക്കുമ്പോൾ 54 പോസിബിലിറ്റീസ് ആണ് അവിടെ ഉള്ളത്. സോ ദ ആൻസർ ഈസ് 54. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ആ ഒരു ഐഡിയ അറിയുന്നുണ്ടെങ്കിൽ, ബേസിക്കായുള്ള പ്രോപ്പർട്ടീസ് ഞങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. റെഡി? താങ്ക് യു.